ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് മണി പ്ലാന്റിനെ കുറിച്ചാണ്. മണി പ്ലാന്റിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാവരും വളരെ ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് മണി പ്ലാന്റ്. നമ്മുടെ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ ധനത്തിനെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് ഈ മണി പ്ലാന്റിന് എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് കൂടുതൽ ആളുകളും മണി പ്ലാന്റിനെ അറിയുന്നത്. വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് നടാണെങ്കിൽ ധനത്തിനെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് ഈ മണി പ്ലാന്റിന് എന്നാണ് വാസ്തുശാസ്ത്ര പ്രകാരം പറയുന്നത്. നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വെക്കുകയാണെങ്കിലും തെക്ക് കിഴക്കായിട്ടുള്ള ഒരു കോർണറിൽ മണി പ്ലാന്റ് വെക്കുക. അതുപോലെ തന്നെ ഈ പ്ലാന്റിന് നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ നിറയ്ക്കാനുള്ള കഴിവുണ്ട്. നന്നായിട്ട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റാണത്. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഫ്രഷ് എനർജി ഉണ്ടാവും. നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും മാനസികമായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ഉത്കണ്ഠ, ടെൻഷൻസ് ഇതൊന്നും ഇല്ലാതെ നമ്മുടെ മൈൻഡ് എപ്പോഴും കൂളായിട്ട് വയ്ക്കാനും ഈ മണി പ്ലാന്റ് വീടിൻ്റെ ഉള്ളിൽ വയ്ക്കുന്നതിലൂടെ കഴിയുമെന്നാണ് വിശ്വാസം. എന്തായാലും നല്ല ആരോഗ്യത്തോടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മണി പ്ലാന്റ് വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ കാണുമ്പോൾ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് ഉണ്ടാവുക. രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഇത് കാണുമ്പോൾ നമുക്ക് വർക്കൊക്കെ ചെയ്യാനുള്ള നല്ലൊരു എനർജി ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ധനലാഭം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ വിശ്വാസങ്ങൾ ഉണ്ടാവുന്നത്. ഈ പ്ലാന്റ് നമുക്ക് പലതരത്തിലും വളർത്താൻ പറ്റും. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച പോലെ ഏതെങ്കിലും ഒരു മരത്തിൽ നമുക്ക് പടർത്തി വിടാം വീടിൻ്റെ കോർണറിൽ. അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് കുത്തി കൊടുത്തിട്ട് പടർത്തിയിട്ട് നല്ലൊരു ഡെക്കറേറ്റീവ് ഐറ്റം ആയിട്ടും വളർത്തിയെടുക്കാം. അതുപോലെ ഒരു ചട്ടിയിൽ വെച്ചിട്ട് ബുഷ് പോലെ കട്ട് ചെയ്ത് കൊടുത്ത് വളർത്തിയെടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വെള്ളത്തിൽ ഇട്ടിട്ടും മണി പ്ലാന്റ് വളർത്താം. എന്ത് തന്നെ ആയാലും വളരെ പെട്ടെന്ന് വേര് പിടിക്കുന്ന ഒരു പ്ലാന്റാണ് മണി പ്ലാന്റ്. നമ്മൾ വെച്ച് അങ്ങനെ പിടിക്കാതിരിക്കുന്ന പ്രശ്നം വളരെ റയറായിട്ട് മാത്രമേ സംഭവിക്കുള്ളൂ. മണി പ്ലാന്റ് ചട്ടിയിൽ നടുമ്പോൾ ചട്ടിയുടെ താഴെ കുറച്ച് ആ ഹോളിൻ്റെ ഭാഗത്ത് കല്ല് കഷ്ണങ്ങൾ, അതായത് ഇഷ്ടികയുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഹോൾ അടഞ്ഞു പോവാതിരിക്കാൻ നല്ലതാണ്. അതിൻ്റെ പോട്ടിംഗ് മിക്സ് ആയിട്ട് നമുക്ക് മണലും നമ്മുടെ സാധാരണ മണ്ണ് ഒരു 50% എടുക്കുക. പിന്നെ കുറച്ച് മണൽ, അതുപോലെ തന്നെ ചാണകപ്പൊടി, പിന്നെ കോക്കോപീറ്റ്, ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് പോട്ടിംഗ് മിക്സ് ആയിട്ട് യൂസ് ചെയ്യാം. കോക്കോപീറ്റ് ഇടുമ്പോൾ അതിൽ കുറച്ച് ഈർപ്പം നിൽക്കും. ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് മണി പ്ലാന്റ്. അതുകൊണ്ട് കോക്കോപീറ്റ് പോട്ടിംഗ് മിക്സ് ആയിട്ട് ചേർക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ചാണകപ്പൊടിയും വളരെ നല്ലതാണ്. ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് മണി പ്ലാന്റ്. അതായത് ഡയറക്റ്റ് വെയിൽ ഇതിന് നമ്മൾ ചട്ടിയിലൊന്നും വെച്ച് കൊടുക്കുമ്പോൾ ആവശ്യമില്ല. എന്നാൽ ചെറുതായിട്ടൊരു സൂര്യപ്രകാശം കിട്ടുകയും വേണം. വീടിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ജനലിൻ്റെ സൈഡൊക്കെ തിരഞ്ഞെടുക്കുകയാണ് കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചെറിയൊരു നനവ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കൂടുതൽ സൺലൈറ്റ് കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലും ബാൽക്കണിയിലൊക്കെ വെച്ചിട്ടുള്ള മണി പ്ലാന്റിൻ്റെ ഇലകൾക്ക് ഒരു കൂടുതൽ യെല്ലോ കളർ വരാറുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഓവർ വാട്ടറിങ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ടും ആയിരിക്കാം. അപ്പോൾ അത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ വരികയാണെങ്കിൽ കുറച്ചും കൂടി ഷെയ്ഡിലോട്ട് മാറ്റി വയ്ക്കുക. അതുപോലെ വെള്ളം പാകത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കുക. വേനൽക്കാലത്തൊക്കെ നനച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇലകളിലും കൂടി വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ഇലകളായിട്ട് കേടൊന്നുമില്ലാതെ നല്ല വലിയ ഇലകളൊക്കെ വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നിങ്ങളിപ്പോൾ കാണുന്നത് ഞാനൊരു ചെറിയ തണ്ട് എടുത്ത് ചട്ടിയിൽ നട്ടതാണ്. ഇതിപ്പോൾ വളർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊരു സ്റ്റിക്ക് കുത്തിയിട്ട് പടർത്തി കൊടുക്കാനാണ് ഞാനിതിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിന് സമയം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഇരുന്നേ ഉള്ളൂ. ഇത് ഞാൻ സ്റ്റിക്ക് വെച്ചിട്ട് പടർത്തുന്ന ഒരു വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. പൊടി നല്ലൊരു വളമാണ് ഈ മണി പ്ലാന്റിന്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ പുറത്ത് നടുന്ന ചെടികൾക്കായാലും കുറച്ച് ചാണകപ്പൊടി കടയിൽ നിന്നും കുറച്ച് മാറ്റിയിട്ട് മണ്ണിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലൊരു വളമാണ്. അതുപോലെ ഇങ്ങനെ പുറത്ത് നടുന്ന മണി പ്ലാന്റിന് വളമായിട്ട് നമുക്ക് കുറച്ച് ഉണങ്ങിയ ചാണകം, അതായത് കുറച്ച് പഴകിയ ചാണകം നമുക്ക് വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ അത് വെള്ളത്തിൽ കുതിർത്ത് ഒരു 7 ദിവസം വെക്കുക. അതിനുശേഷം അതിൽ നിന്ന് തെളി ഊറ്റിയെടുത്തിട്ട് ഇരട്ടിയിലധികം വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കടയിൽ നിന്ന് കുറച്ച് നീക്കിയിട്ട് ഈ പ്ലാന്റിൻ്റെ അടിയിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പുറത്ത് നടുന്ന മണി പ്ലാന്റിന് നല്ല ഗ്രോത്ത് ഉണ്ടാവും. ഇനി നമുക്ക് അതുപോലെ തന്നെ അകത്ത് നടുന്ന ചെടിക്ക് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഫെർട്ടിലൈസർ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്തി തരാം.
ഫെർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായത് അലോവേരയാണ്. അലോവേര ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ജെല്ല് എടുക്കുക. എന്നിട്ട് ആ ജെല്ല് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. എന്നിട്ട് തരിയൊന്നും ഇല്ലാണ്ട് അരിച്ചെടുക്കുക. അതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ ഈ പ്ലാന്റിൻ്റെ ഇലകളിലും അതുപോലെ തന്നെ കടക്കിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ല വളർച്ച ഉണ്ടാവാനായിട്ട് നല്ലതാണ്. അരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൽ തരികൾ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ അത് ബ്ലോക്ക് ആവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീടിൻ്റെ ഉള്ളിൽ മണി പ്ലാന്റ് വച്ച് പിടിപ്പിക്കുമ്പോൾ ചെയ്യാവുന്ന നല്ലൊരു ഫെർട്ടിലൈസറും അതുപോലെ തന്നെ ഒരു കീടനാശിനിയും കൂടിയാണ് ഈ ഒരു സ്പ്രേ. നിങ്ങളെല്ലാവരും തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവരുടെ വീട്ടിലും ഒരു മണി പ്ലാന്റെങ്കിലും വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്